ഡേവിൾസ് ലവ്, രചന നന്ദന, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അത് നാച്ചുറലായിട്ട് തന്നെ വേണമെന്ന് അതിൽ കൃത്യമായിട്ട് എഴുതി ചേർത്തിരുന്നു. എന്ത് പൊന്നുമുളോ വായിച്ചു നോക്കില്ലായിരുന്നോ? അവൻ അവൾ നോക്കി ഒരു പുച്ഛത്തോടെ പറഞ്ഞു. ആൾക്ക് എവിടുന്നൊക്കെയോ ദേഷ്യം ഇരച്ചു കയറി. അങ്ങനെ നാച്ചുറലായിട്ടൊരു കുഞ്ഞിനെ കിട്ട ഒരു പെണ്ണിനെ റേപ്പിക്കുകയാണോ വേണ്ടത്? ഇതിൽ അവളുടെ ഇഷ്ടവും സമ്മതമൊന്നും വേണ്ടേ? ഏത് എഗ്രിമെന്റിന്റെ പേരിലാണെങ്കിൽ പോലും ഒരു പെണ്ണിനെ പരായിട്ട് കീഴടക്കുന്നത് ശരിയായിട്ട് പ്രവൃത്തിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എന്റെ ചിറ്റയോടുള്ള തന്റെ പ്രതികാരത്തിന് വേണ്ടിയായിരുന്നില്ലേ താൻ എന്നോട് അങ്ങനെയൊക്കെ ചെയ്ത്? ആദ്യമൊക്കെ അവൻ നോക്കി വീറോടെ പറഞ്ഞുവെങ്കിലും അവസാനമായപ്പോൾ വികാരക്ഷോഭത്താൽ അവളുടെ സ്വരമല്ലാതെ ഇടറിപ്പോയിരുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. വിതുമ്പലോടെ അവൾ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു. ഒരു നിമിഷം അവിടെ ആ ഭാവമാറ്റത്തിൽ അവനൊന്ന് പതറിപ്പോയി. തിരികെ ഒരു മറുപടി പോലും പറയാനാവാതെ അവളുടെ മുന്നിൽ അവൻ തറഞ്ഞു നിന്നു. എന്തുകൊണ്ടോ അവൾക്കും പിന്നെ അവനോടൊന്നും സംസാരിക്കാൻ തോന്നിയില്ല. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് ഓടിക്കയറി. ഒരു നിമിഷം അവൾ പോകുന്നത് നോക്കിയിരുന്ന അവൻ ഒരു നെടുവീർപ്പോടെ സോഫയിലേക്ക് ഇരുന്നുകൊണ്ട് ഹെഡ് റെസ്റ്റിലേക്ക് തലചാരി വെച്ചു. അവൾ പറഞ്ഞൊക്കെയും ശരിയാണ്. ബലമായിട്ട് തന്നെയാണ് അന്ന് അവളെ കീഴ്പ്പെടുത്തിയത്. മദ്യത്തിന്റെ ലഹരിയിലും പിന്നെ അവളുടെ ചിറ്റയോടുള്ള പ്രതികാരത്തിന്റെ പുറത്തുമാണ് അന്ന് അവളോട് അങ്ങനെയൊക്കെ ചെയ്ത്. അന്നൊന്നും അതിന്റെ പേരിൽ അവലേശം പോലെ കുറ്റബോധം തോന്നിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ടോ അവിടെ ആ നിറഞ്ഞ കണ്ണുകൾ ഓർക്കും തോറും അവനിൽ ആദ്യമായി വല്ലാത്തൊരു വേദനയും കുറ്റബോധം ഉടലെടുത്തിരുന്നു. അവൻ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് അല്പസമയം അങ്ങനെ തന്നെ ഇരുന്നു. ഇതേ സമയം വാഷ്റൂമിലേക്ക് കയറിയ തനു ഡോറിൽ ചാരിയുന്നുകൊണ്ട് കണ്ണീർ വാർക്കുകയായിരുന്നു. എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും ആ നിമിഷങ്ങളൊക്കെ ഇപ്പോഴും തന്റെ മനസ്സിൽ മിഴിവോടെ തന്നെ തെളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് അവൾ വേദനയോടെ ഓർത്തു. തനു കുളി കഴിഞ്ഞ് വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴും ദത്തൻ സോഫയിൽ അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. ആളവനെ മൈൻഡ് ചെയ്യാതെ മിറിന് മുമ്പിൽ ചെന്നിരുന്നുകൊണ്ട് മുടി ഉണക്കാൻ തുടങ്ങി. ഒരു ലൈറ്റ് കളർ സിമ്പിൾ കുർത്തയും പലാസോ പാന്റുമായിരുന്നു അവളുടെ വേഷം. ആൾ മുടി ഉണക്കിയ ശേഷം ഇരുവശത്തുനിന്ന് അല്പമെടുത്ത് കുളിപ്പിന്നിലിട്ട് കെട്ടി. ശേഷം മുഖത്ത് അല്പം പൗഡറും പൂശി ഒരു കുഞ്ഞു പൊട്ടും വെച്ചുകൊണ്ട് ടേബിളിരുന്ന സിന്ദൂരത്തിലേക്ക് കൈകൾ നീട്ടി. ഒരു നിമിഷം അതിലേക്ക് തന്നെ നോക്കിയിരുന്നവൾ പെട്ടെന്ന് എന്തോ ഒരു തോന്നലിൽ തിരിഞ്ഞ ദത്തിനെ നോക്കി. സോഫയിൽ ചാരിയിരുന്നുകൊണ്ട് മാറിൽ ഇരുകൈകളും കെട്ടി തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നവനെ കണ്ടതും ഒരു നിമിഷം അവളൊന്ന് പതറി. സോഫയിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ അരികിലേക്ക് നടന്നു വരുന്നവനെ ഒരു നിമിഷം അവൾ നെറ്റി വിളിച്ചുകൊണ്ട് സംശയത്തോടെ നോക്കി നിന്നു. എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് കുറച്ച് സംസാരിക്കാനുണ്ടോ? ഈവനിങ് റെഡി ആയിട്ട് നിൽക്കണം. ഞാൻ വന്നിട്ട് നമുക്കൊന്ന് പുറത്തു പോവാം. അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. പറഞ്ഞു മനസ്സിലായില്ലോ തന്നെ സ്ത്രീക്ക്? അവന്റെ ശബ്ദത്തിൽ പതിവിലും ഗൗരവം നിറഞ്ഞു. അവനോട് എതിർത്തൊന്നും പറയാൻ പിന്നെ അവിടെ നാവ് പൊങ്ങിയില്ല. ആൾ അവനെ നോക്കിയൊന്ന് മൂടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. തനു കിച്ചണിലേക്ക് ചെന്നു. രാജേശ്വരി അവൾ രാവിലെ തന്നെ തന്റെ ജോലികൾ തുടങ്ങിയിരുന്നു. അവരെ കാണുന്തോറും ഒരു നിമിഷം അവൾക്ക് ലക്ഷ്മിയുടെ വാക്കുകളാണ് മനസ്സിലേക്ക് കടന്നു വന്നത്. തന്റെ പ്രണയത്തിന് വേണ്ടി ഒരു ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചവൾ. അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവരെ തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് എന്തോ എടുക്കാനായി തിരിഞ്ഞ രാജേശ്വരി പിന്നിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന തനുവിനെ കണ്ടതും അവരുടെ കണ്ണുകൾ വിടർന്നു. ആ മോളെ എഴുന്നേറ്റോ? തലവേദന എങ്ങനെയുണ്ട് മോളെ? മാറിയോ? അവര് ചോദിച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് വന്ന് അവളുടെ നെറ്റിയിലും കവിളിലൊക്കെ തൊട്ട് നോക്കി. മാറിയപ്പച്ചി, അവൾ അവരെ ഒന്ന് പുണർന്നുകൊണ്ട് പറഞ്ഞു. അതിനൊന്ന് അവർ വീണ്ടും തന്നെ ജോലി തുടർന്നു. പിന്നെ എന്തു പറയും നമ്മുടെ കൊച്ചിയമ്പുരാൻ? മോളുടെ മുന്നിൽ മുട്ടുമടക്കിയോ? അവൾ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ നുറുക്കുന്നിടയിൽ അവളോടായി ചോദിച്ചു. എവിടുന്ന് അപ്പച്ചി? ചങ്കരൻ പിന്നെയും തെങ്ങിന്റെ മണ്ടയിൽ തന്നെയാ. പുള്ളിക്കാരൻ്റെ അടുത്തുനിന്ന് ഞാൻ അപ്പച്ചിയെ തട്ടിയെടുത്തു തന്നാ ഇപ്പൊ പരാതി. അവൾ സ്ലാബിന് മേലെ ചാരിയുന്നുകൊണ്ട് അവരോടായി പറഞ്ഞു. ഞാനിവിടെ ഉള്ളപ്പോ എന്റെ അരികിൽ നിന്ന് മാറാത്ത ചെക്കനാ. ഏത് നേരം എന്നെ ചുറ്റിപ്പറ്റി നടക്കുമായിരുന്നു. ഏടത്തി പ്രസവിച്ചു എന്നേ ഉള്ളൂ. അവനെ വളർത്തിയ മുഴുവൻ ഞാൻ തന്നെയാ. എന്റെ മടി കിടന്നാലേ അവന് ഉറക്കം വരുമായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ വളർത്തിയ എന്റെ കുഞ്ഞാ ഒരു പെണ്ണിനോടും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരത നിന്നോട് ചെയ്ത്. അതെങ്ങനെ എനിക്ക് സഹിക്കാൻ കഴിയും മോളെ? അതെന്റെ വളർത്തു ദോഷം തന്നെയല്ലേ? കുഞ്ഞിലെ മുതലേ അവന് ദേഷ്യവും വാശിയൊക്കെ ആവശ്യത്തിലധികം കൂടുതലായിരുന്നു. വാശി പിടിച്ച് അവൻ്റെ ഏതാഗ്രഹം അവൻ സാധിച്ചെടുക്കുമായിരുന്നു. പലപ്പോഴും അതിൻ്റെ പേരിൽ ഏടത്തി എന്നെ ശാസിച്ചിട്ടുണ്ട്. അപ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എൻ്റെ കുഞ്ഞൊരിക്കലും വഴിതെറ്റി പോയില്ലെന്ന്. എൻ്റെ ആ വിശ്വാസത്തെയാ അവനിപ്പോൾ തകർത്ത് കളഞ്ഞു. അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല മോളെ. തെറ്റ് ചെയ്തുവെങ്കിൽ അവനുള്ള പ്രായശ്ചിത്തവും ചെയ്യണം. ഇനി അതിനുശേഷം മാത്രമേ അവൻ്റെ പഴയ അപ്പച്ചിയെ തിരികെ കിട്ടൂ. തനുവിനെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവർ നിറഞ്ഞു വന്ന കണ്ണുകൾ ഒപ്പി. ശേഷം ഒരു നെടുവീർപ്പോടെ തന്റെ ജോലി തുടർന്നു. ഒരു നിമിഷം അവരെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന തനു ഇനിയൊന്നും തന്നെ ചോദിച്ചുകൊണ്ട് അവർ വിഷമിപ്പിക്കാൻ മെനക്കെട്ടില്ല. ആളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് രാജേശ്വരിയെ ജോലിയിൽ സഹായിക്കാൻ തുടങ്ങി. രാവിലത്തെ ജോലികളെല്ലാം ഒതുക്കി ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ ശേഷമാണ് പിന്നെ തന്നെ റൂമിലേക്ക് വരുന്നത്. അപ്പോഴേക്കും തത്തന് ഓഫീസിലേക്ക് പോയിരുന്നു. തനു റൂമിലേക്ക് കയറി അതിനകം മൊത്തത്തിലൊന്ന് നോക്കി. രാവിലെ കിടന്ന പോലെ തന്നെ എല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നു. അവളൊരു നെടുവീർപ്പോടെ ഒരറ്റൊന്ന് വൃത്തിയാക്കാൻ തുടങ്ങി. എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് റൂം മൊത്തത്തിലൊന്ന് തൂത്തുടച്ച് കഴിഞ്ഞപ്പോഴേക്കും തനു ആകെ മുഷിഞ്ഞിരുന്നു. ആളൊന്ന് മൂരി നിവർന്നുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി. ശേഷം ആ മുഖമാകെ ഒന്ന് കഴുകി ഫ്രഷ് ആയ ശേഷം പുറത്തേക്ക് ഇറങ്ങിയതും ആ നിമിഷം ടേബിളിൽ നിന്ന് അവളുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന പേരിലേക്ക് നീണ്ടതും അവൾ കണ്ണുകളൊന്ന് മുറുക്കി അടച്ചു തുറന്നു.
ചിറ്റ. അവളുടെ ചുണ്ടുകൾ മന്ത്രിക്കുമ്പോൾ ഇന്നലെ മുതൽ താൻ ചിറ്റയുടെ ഫോൺ എടുത്തിട്ടില്ലെന്ന് അവൾ ആ നിമിഷമാണ് ഓർത്ത്. അല്ലെങ്കിൽ തന്നെ എന്ത് പറയും താൻ, എന്ത് സംസാരിക്കും? ലക്ഷ്മി ആന്റി പറഞ്ഞ ഓരോ കാര്യങ്ങളും മനസ്സിലേക്ക് വരുമ്പോഴും തനിക്ക് തന്നെ ചിറ്റയോടൊന്നും സംസാരിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ എന്ന് അവൾ മനോവേദനയോടെ ഓർത്തു. അതൊന്നും സത്യമാവരുതേ എന്ന് അവൾ മനമുരുകി പ്രാർത്ഥിച്ചു. അവളുടെ മനസ്സിലേക്ക് ലക്ഷ്മി പറഞ്ഞ ഓരോ കാര്യങ്ങളും കടന്നു വന്നുകൊണ്ടിരുന്നു. എൻ്റെ ചിറ്റ അങ്ങനെയൊക്കെ ചെയ്യുമോ? നൊന്ന് പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ കൊന്നുകളയാൻ മാത്രം പാപിയാണോ എൻ്റെ ചിറ്റ? ഇല്ല, അവൾക്ക് തെറ്റുപറ്റിയതാ. ഏതോ തെറ്റിദ്ധാരണയാണ്. എൻ്റെ ചിറ്റക്ക് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. അവളുടെ മനസ്സിൽ രേവതി അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ചോദിക്കണം, ചിറ്റയോട് തന്നെ ഇത് ചോദിക്കണം. ചിറ്റക്ക് പറയാനുള്ള കൂടി അറിഞ്ഞതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ. അവൾ പതിയെ എഴുന്നേറ്റുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. ചിറ്റയെ, എനിക്ക് ചിറ്റയൊന്ന് കാണണം, നാളെ തന്നെ. കുറച്ച് സംസാരിക്കാനുണ്ട്. വീട്ടിൽ വെച്ച് വേണ്ട, പുറത്ത് എവിടെയെങ്കിലും മതി, ഞാൻ വിളിക്കാം. അതുമാത്രം പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തു. ശേഷം ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ മറുവശത്ത് രേവതി ആകെ ടെൻഷനിലായിരുന്നു. ഇന്നലെ തൊട്ട് ഇന്ന് രാവിലെ വരെ തന്നെ ഇവനെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് രാവിലെ ഓഫീസിലെത്തിയ നിമിഷം തന്നെ ഫോൺ എടുത്ത് അവൾ വിളിച്ചത്. എന്നാൽ തന്നെ ഒന്ന് സംസാരിക്കാൻ പോലും അനുവദിക്കാത്ത വിധമായിരുന്നു അവളുടെ മറുപടി. എന്തായിരിക്കും അതിന് കാരണം? അവർ ആലോചനയോടെ ചെയറിലേക്ക് ചാരിയിരുന്നു. അവൾക്ക് എന്തായിരിക്കും തന്നോട് പറയാനുള്ളത്? ഈശ്വര, പഴയ സംഭവങ്ങൾ എന്തെങ്കിലും അവൾ അറിഞ്ഞിട്ടുണ്ടാവോ? അങ്ങനെ സംഭവിച്ചാൽ? അവരുടെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി. ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അവിടെ ആരും തന്നെ കുറിച്ച് ഒന്നും പറയില്ല. അവർക്കെല്ലാം താൻ കഴിഞ്ഞ അധ്യായമാണ്. ഇനി ശ്രീദേവി ചേച്ചി, ശ്രീദേവി ചേച്ചി തന്നെ ഒന്നും ഓർക്ക പോലും ഉണ്ടാവില്ല. അവർ സ്വയം ആശ്വസിക്കാൻ എന്ന പോലെ പറഞ്ഞു. ശേഷം ഒരു ദീർഘനിശ്വാസത്തോടെ തന്റെ മുന്നിലിരുന്ന് കമ്പ്യൂട്ടർ ഓൺ ചെയ്തുകൊണ്ട് തന്റെ ജോലി ചെയ്യാൻ തുടങ്ങി. ഫോൺ കട്ട് ചെയ്ത ഉടനെ തന്നൊരു നെടുവീർപ്പോടെ ബെഡിലേക്ക് കിടന്നു. ശേഷം ചിറ്റയോട് ചോദിക്കേണ്ടതും പറയേണ്ടതുമായ കാര്യങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടി. ഉഫ്, ഇതാ കാലിന്റെ ബെഡല്ലേ? ഇനി ഇവിടെ കിടന്നതിന് അങ്ങേരി കിടന്ന് ചാടൂ. പോവാൻ പറ. അതിന് അങ്ങേരിയോടെ ഇല്ലല്ലോ. ആൾ പതിയെ പിറുവിറുത്തുകൊണ്ട് ബെഡിൽ മലർന്നു കിടന്നു. മുകളിൽ കറങ്ങുന്ന ഫാനിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ഒരു അല്പസമയം അങ്ങനെ കിടന്നു. എന്തോ കത്തിയതുപോലെ അവൾ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. ശേഷം അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. അതേ പുഞ്ചിരിയോടെ തന്നെ അവൾ ബെഡിൽ നിന്ന് നിലത്തേക്ക് ഇറങ്ങി നേരെ കബോർഡിനടുത്തേക്ക് ചെന്നു. അതിൻ്റെ പാളികൾ ഇരുവശത്തേക്കും വലിച്ചുറന്നുകൊണ്ട് അവൾ അതിൻ്റെ ഏറ്റവും താഴത്തെ തട്ട് പരിശോധിക്കാൻ തുടങ്ങി. തേടിയതെന്തോ കയ്യിൽ തടഞ്ഞതും അവളുടെ കണ്ണുകളും തിളങ്ങി. അവൾ പതിയെ കയ്യിൽ കിട്ടിയ വസ്തുവിനെ പുറത്തേക്ക് എടുത്തു. വില കൂടിയ മദ്യത്തിൻ്റെ 3 ബോട്ടിൽ. ഇത് മുഴുവൻ അകത്താക്കിയിട്ടല്ലേ അങ്ങേരെ എൻ്റെ നേരെ താണ്ടവാടാൻ വരുന്നത്? ഇന്ന് ശരിയാക്കി തരാം ഞാൻ. അവൾ പല്ലിയടിച്ചുകൊണ്ട് പറഞ്ഞ ശേഷം ആ 3 ബോട്ടിലെടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു. കുപ്പിയുടെ അടപ്പ് മാറ്റി അതിലെ ദ്രാവകം മുഴുവൻ വാഷ് ബേസിനിലേക്ക് ഒഴിക്കുമ്പോൾ അവളുടെ മുഖത്ത് അംഗം ചേച്ചിയുടെ ചാരിതാർത്ഥ്യം തെളിഞ്ഞു നിന്നിരുന്നു. അപ്പോഴും അവൾ അറിഞ്ഞിരുന്നില്ല ഇനി വരാൻ പോകുന്ന നാളുകൾ അവൾക്ക് സന്തോഷമാണോ സങ്കടമാണോ കരുതി വച്ചിരിക്കുന്നതെന്ന്. ബോട്ടിലുള്ള മുഴുവനും മദ്യവും വാഷ് ബേസിനിലേക്ക് ഒഴിച്ചതിന് ശേഷം അവൾ ഒരു ആത്മസംതൃപ്തിയുടെ ആ 3 കുപ്പികളിലേക്കും കണ്ണോടിച്ചു. ഇനി താൻ ഇതും അകത്താക്കിയിട്ട് എൻ്റെ നേരെ വന്ന് ചാടുന്ന എനിക്കൊന്ന് കാണണം. അവൾ അതിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് ആ 3 കുപ്പികളും വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടു. ശേഷം വെള്ളമൊഴിച്ച് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത ശേഷം അവൾ തിരികെ റൂമിലേക്ക് വന്നു. ആ നിമിഷം തന്നെയാണ് പുറത്തുനിന്നുള്ള വാതിൽ തുറന്നുകൊണ്ട് അവൻ അകത്തേക്ക് കയറി വന്ന്. പെട്ടെന്ന് അവൻ അവിടെ വെച്ച് കണ്ടത് അവളൊന്ന് പകച്ചു. ഈശ്വര, ഇങ്ങനെ വൈകിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആൾ അവനെ നോക്കി മിഴിച്ചു നിന്നു. ഭഗവാനെ, കുപ്പി ഞാൻ എടുത്തു മാറ്റിയ കാര്യം ഇപ്പോഴെങ്ങാനും ഇങ്ങനെ അറിഞ്ഞാം എൻ്റെ പപ്പം പൊടിയും പറിച്ചെടുക്കും. അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി ഉമിനീരിറക്കി. അവളുടെ നോട്ടം കണ്ടതും അവനൊരു പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു. തോളുകൾ പൊക്കി ഒന്നുമില്ലെന്ന് കാണിച്ചുകൊണ്ട് അവൾ പതിയെ അവിടുന്ന് വലിയാൻ നോക്കി. ഒന്ന് നിന്നേ. പിന്നിൽ നിന്ന് അവന്റെ ശബ്ദം കേട്ടതും അവൾ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. അവൻ പതിയെ അവൾ അടിമുടിയെ നോക്കിക്കൊണ്ട് അവളുടെ മുന്നിലേക്ക് കയറി നിന്നു. അവന്റെ നോട്ടത്തിൽ അവളൊന്ന് പതറിയെങ്കിലും അത് പുറമേ കാണിക്കാതെ അവളും ധൈര്യം സംഭരിച്ചുകൊണ്ട് തന്നെ അവനെ നോക്കി നിന്നു. എന്താ തമ്പുരാട്ടിയുടെ മുഖത്തൊരു കള്ളത്തരം? അവനവളെ നോക്കി ഒരു പരിഹാസത്തോടെ ചോദിച്ചു. അവളുടെ മുഖം വീർത്തു. അതൊരു കള്ളന്റെ കൂടെയല്ലേ സാവാസം, അതായിരിക്കും അങ്ങനെ തോന്നുന്നു. അവൾ തിരികെ അതേ പുച്ഛത്തോടെ തന്നെ മറുപടി പറഞ്ഞു. ഈ നാക്കിന് മാത്രം ഒരു കുറവുമില്ല. ഇതും കൂടെ ഇല്ലായിരുന്നു ഈ പൊന്നുമോള് കുറെ കഷ്ടപ്പെട്ടേനെ. അവൻ പറഞ്ഞു കേട്ട് അവൾ അവനെ കൂർപ്പിച്ച് നോക്കി. തന്നെ പോലെയുള്ള ദുഷ്ടന്മാരുടെ കൂടെ പിടിച്ചിരിക്കണമെങ്കിലേ ഈ നാവെങ്കിലും എനിക്ക് വേണമല്ലോ. അവന് നോക്കി പരിഹാസത്തോടെ അവൾ പറഞ്ഞു. അവന്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. കൂടുതൽ ഷോ ഇറക്കല്ലേ? എന്റെ മുറി ഇന്ന പൊന്നുമോളി വീരവാദങ്ങൾ അടിക്കുന്നെന്ന് ഓർമ്മ വേണം. അവൻ പുച്ഛത്തോടെ പറഞ്ഞു കേട്ടതും അവൾ ഇടുപ്പിൽ കയ്യും കുത്തി അവനൊന്ന് രൂക്ഷമായി നോക്കി. നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? പുറത്തേക്ക് പോകാൻ തുടങ്ങി എന്നെ വിളിച്ചിരുത്തി ഓരോന്ന് ചോദിച്ച പ്രശ്നം ഉണ്ടാക്കി നിങ്ങൾ തന്നെയല്ലേ മനുഷ്യ? എന്നിട്ടിപ്പോൾ കുറ്റം എനിക്കായോ? അവൾ ചോദിച്ചതും അതിനവന് മറുപടി ഉണ്ടായിരുന്നില്ല. അവൾ പറഞ്ഞു ശരിയാണ്. വെറുതെ പോകാൻ തുടങ്ങി അവളെ വിളിച്ച് അവളുടെ വായിൽ കോലിട്ട് കുത്തിയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അവന് ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളുടെ അരികിലേക്ക് വന്നു. ഓക്കെ, തൽക്കാലം അതൊക്കെ വിട്. എന്നിട്ടിപ്പോൾ താൻ വേഗം റെഡി ആയിട്ട് വാ, നമുക്കൊന്ന് പുറത്തേക്ക് പോവാം.
അവൻ പറഞ്ഞു കേട്ട് അവൾ നെറ്റി വിളിഞ്ഞു. ഈവനിങ് പോകാന്നല്ലേ രാവിലെ പറഞ്ഞ്, പിന്നെന്താ ഇപ്പോ? അവൾ സംശയത്തോടെ ചോദിച്ചു. അത് രാവിലെയല്ലേ പറഞ്ഞ്, ഓഫീസിൽ വർക്ക് ലോഡ് ഉണ്ടെന്ന് എഴുതിയാ അപ്പം അങ്ങനെ പറഞ്ഞ്. ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് ജോലി അധികം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ഇറങ്ങി. എന്താ ഈ സമയത്ത് പോയാൽ തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതോ എൻ്റെ കൂടെ വരാൻ എനിക്ക് ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? അവനവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ തലക്കടിച്ചുകൊണ്ട് അവനെ നോക്കി ഇരുകൈകളും കൂപ്പി നിന്നു. എൻ്റെ പൊന്നെ, ഈ നട്ടുച്ച നേരത്ത് പോകുന്നുണ്ടോന്ന് അറിയാനായിട്ട് ഞാനൊന്ന് ചോദിച്ചു പോയതാണ്, എന്നോടൊന്ന് ക്ഷമി. അവന് നോക്കി പരിഹാസത്തോടെ അത്രയും പറഞ്ഞ ശേഷം അവൾക്ക് ആ ബോർഡിൽ നിന്ന് മാറ്റാനുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അഹങ്കാരി. ആൾ പോയ വഴിയെ നോക്കി പല്ലുകടിച്ചുകൊണ്ട് അവനും മാറി ധരിക്കാനുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി. കുളി കഴിഞ്ഞൊരു ബാത്ത് ടവൽ എടുത്തുകൊണ്ട് ഡ്രസ്സ് എടുക്കാനായി ഹാങ്ങറിൽ പിടിച്ചു. ദത്തന്റെ കാലൊന്ന് സ്ലിപ്പായി അവൻ നിലത്തേക്ക് വീണു. വീഴ്ചയുടെ ഫോഴ്സിൽ അവൻ ബാലൻസ് കിട്ടാതെ വേസ്റ്റ് ബാസ്കറ്റിന്റെ മേലെ കൂടിയാണ് മറിഞ്ഞു വീണത്. അതോടെ അതിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം നിലത്തേക്ക് വീണു. ഒരു നിമിഷം അവന്റെ കണ്ണുകൾ താനും അല്പം മുന്നേ അതിൽ നിക്ഷേപിച്ചിരുന്ന കാലിക്കുപ്പികളിലേക്ക് നീണ്ടു. ഇത് അവൻ സംശയത്തോടെ അത് കയ്യിലേക്ക് എടുത്തു. പെട്ടെന്ന് എന്തോ മനസ്സിലായതുപോലെ അവൻ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി. ശേഷം കബോർഡ് വലിച്ചുറന്നതിലാകെ പരിശോധിച്ചു നോക്കി. താൻ സൂക്ഷിച്ചിരുന്ന കുപ്പികൾ കാണാമെന്നും ഇത് തനുവിന്റെ പണിയാണെന്ന് മനസ്സിലാക്കാൻ അവന് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അവൻ പല്ലിയേരിച്ചുകൊണ്ട് കുപ്പി കയ്യിലേക്ക് എടുത്ത ആ നിമിഷം തന്നെയാണ് വേഷം മാറിക്കൊണ്ട് താൻ അകത്തേക്ക് കയറി വന്നത്. മുന്നിൽ കാലിയായ ബോട്ടിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ രൂക്ഷമായി നോക്കിൽക്കും ദത്തനെ കണ്ടതും അവൾ അറിയാതെ തന്നെ രണ്ടടി പിന്നിലേക്ക് പോയി. ഇത് നീയാണോ ചെയ്ത്? തന്നെ നേരെ ആ കുപ്പി ഉയർത്തി കാണിച്ചുകൊണ്ട് അവൻ കനത്ത ശബ്ദത്തിൽ ചോദിച്ചും അവൾ ഒരു നിമിഷം മൗനമായി നിന്നു. ചോദിച്ചു കേട്ടില്ലേ തനുശ്രീ, ഇത് നീയാണോ നശിപ്പിച്ചു കളഞ്ഞെന്ന്? അവളുടെ അരികിലേക്ക് ചൂടുകൾ വെച്ചുകൊണ്ട് അവൻ വീണ്ടും ചോദിച്ചും അവൾ മറുപടി പറയാനാതെ പേടിയോടെ ഉമിനീരിറക്കി. എന്തുകൊണ്ടോ അതുവരെ അവനോട് എതിർത്ത് സംസാരിക്കാൻ കാണിച്ച ധൈര്യം ആ നിമിഷം അവളിൽ നിന്ന് നഷ്ടപ്പെട്ടു. നീയാണോ ഇതെടുത്ത് നശിപ്പിച്ചെന്ന്? അതെ. അവൻ അവിടെ നേർ കലറിക്കൊണ്ട് ചോദിച്ചു. അറിയാതെ തന്നെ അവളുടെ നാവിൽ നിന്ന് അതേ എന്ന മറുപടി വന്നു. കേൾക്കേണ്ട താമസം അവൻ പാഞ്ഞു അവളുടെ കരണത്തെ ആഞ്ഞടിച്ചു. വേദനയോടെ അവൾ കരണത്തെ കൈയും വെച്ച് കണ്ണുകൾ മുറുക്കിയടച്ച് നിന്നു. പന്ന പൊലയാടി മോളെ, എന്ത് ധൈര്യത്തിലാടി ഞാൻ കൊണ്ടുവച്ച സാധനം എടുത്ത് നീ നശിപ്പിച്ചു കളഞ്ഞ്? അങ്ങനെ നശിപ്പിച്ചു കളയാൻ നിന്റെ തന്ത ഉണ്ടാക്കിക്കൊണ്ട് വെച്ചാണ്ടി അതൊക്കെ? ദേഷ്യം കൊണ്ട് അവന് കണ്ണു കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ വായിൽ തോന്നിയൊക്കെ അവൾ വിളിച്ചു പറഞ്ഞു. കുറെയൊക്കെ കേട്ടുകൊണ്ടിരുന്നവൾ ഒടുവിൽ ഒരു കാരണമില്ലാത്ത തന്റെ അച്ഛനെയും അമ്മയൊക്കെ അവൻ പറയുന്ന കേട്ടത് അവളിലും ദേഷ്യോടിലെടുത്തു. മതി, നിർത്ത്. അവൾ നോക്കി എന്തോ പറയാൻ തുടങ്ങിയവനെ കൈയുയർത്തടഞ്ഞുകൊണ്ട് അവൾ അവന് നേരെ ചീറി. കുറെ നേരം താൻ കിടന്ന് ചിലക്കുന്നു. അതേടോ, ഇത് മുഴുവൻ ഞാൻ തന്നെയാ വാഷ് ബേസിൽ ഒഴിച്ച് കളഞ്ഞ്. ഇത് കുടിച്ചു കഴിയുമ്പല്ലേ തനിക്ക് എന്നെ നേരെ കയ്യു കാണിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് ഇനി താൻ ഇത് കുടിക്കണ്ട. അവൾ അവനെ മുഖത്ത് നോക്കി വാശിയോടെ വിളിച്ചു പറഞ്ഞു. എടി പന്ന, ഞാൻ കുടിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നീയാണോടി പുല്ലേ? അവൻ അവളുടെ നേരെ ചീറിക്കൊണ്ട് വന്നു. താൻ കുടിക്കുകയോ കിടക്കുകയോ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ, പക്ഷെ അതൊന്നും ഈ മുറിയിൽ എന്റെ മുമ്പിൽ വെച്ച് വേണ്ടെന്നാ ഞാൻ പറഞ്ഞ്. അവൾ അവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. അത് പറയാൻ നീ ആരടി പുല്ലേ? അവൾ പറഞ്ഞു കേട്ട് അവൻ അവിടെ അരികിലേക്ക് വന്നുകൊണ്ട് ചീറി. അയ്യോ, അതറിയില്ലേ, നിങ്ങളുടെ ഭാര്യ ക്ഷേത്രനടയിൽ വെച്ച് നിങ്ങൾ താലിയാർത്തി നിങ്ങളുടെ സ്വന്തം ഭാര്യ എന്നെ മറന്നുപോയോ? ഈ പോടോ. അവളിൽ നിന്ന് ഉരുളക്കുപ്പേരി പോലെ മറുപടി വന്നു. അവൻ അവൾ നോക്കി പല്ലുകടിച്ചു. നീ കരുതിയിരുന്നോടി, നനയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നീ കാണിച്ച തോന്നിയവാസത്തിന് നിന്നെ കൊണ്ട് തന്നെ ഞാൻ കണക്ക് പറയിപ്പിക്കും. ഓ ആയിക്കോട്ടെ, ഞാൻ വന്ന് കണക്ക് ബോധിപ്പിച്ചോളാവേ. അവൻ പറഞ്ഞു കേട്ട് അവൾ അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. വൃത്തികെട്ടവള്, എത്ര രൂപയുടെ സാധനമാണെന്നോ അവളെടുത്ത് വാഷ് ബേസിൽ ഒഴിച്ചു കളഞ്ഞ്? ഇവളുടെ തന്ത ഉണ്ടാക്കിയ കാശല്ലേ, ഒരു കൂസലില്ലാതെ എടുത്ത് നശിപ്പിച്ചു കളയാണ്. തനുവായിട്ട് അടികൂടിയ ശേഷം അവൻ നേരെ വിഷ്ണുവിന്റെ അരികിലേക്കാണ് ചെന്ന് അവനോട് പരാതി പറയുകയാണ് ദത്തൻ. പൊന്ന, അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ദത്തൻ അവൾക്ക് ശരിക്കറിയില്ല. ദത്തിന് തനുവിനെ എത്രയൊക്കെ ചീത്ത വിളിച്ചിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ദത്തൻ പറയുന്ന കേട്ട് വിഷ്ണു പൊട്ടി വന്ന ചിരി അടക്കി പിടിക്കുകയാണ് ചെയ്ത്. എന്തിനാണ് ആ പുല്ലെ കിടന്ന് കിണിക്കുന്നത്? ഇവിടെ ആരെങ്കിലും തുണിയില്ലാതെ നിൽക്കുന്നുണ്ടോ? അവന്റെ അടക്കി പിടിച്ച ചിരിയുണ്ടതും ദത്തനെ എവിടെ നിൽക്കോ വിറഞ്ഞു കയറി. പിന്നെ നീ പറയുന്ന കേട്ട് ആരെങ്കിലും ചിരിച്ചു പോയില്ലേ? അവൻ പറഞ്ഞു മനസ്സിലാവാതെ ദത്തൻ അവനെ നെറ്റി വിളിച്ചോണ്ട് നോക്കി. അതായത് ഉത്തമ, നീ സെയിം ഡയലോഗ് അടിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറേ ആയി. അവളെ തല്ലും കൊല്ലും അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കാന്നൊക്കെ പറയുന്നല്ലാതെ വേറെ പുരോഗമനൊന്നും ഇല്ലല്ലോ. വിഷ്ണു അവനെ കളിയായിക്കൊണ്ട് പറഞ്ഞു. ദത്തൻ അവനെ രൂക്ഷമായി നോക്കി. നീ എന്നെ നോക്കി പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല, ഞാൻ പറയുന്ന സത്യം തന്നെയല്ലേ? അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആദ്യത്തെ 2-3 മാസങ്ങളല്ലാതെ എന്നൊക്കെ നീ അവളോട് മുട്ടാൻ ചെന്നിട്ടുണ്ടോ? അന്നൊക്കെ അവൾ നിനക്ക് നല്ല മുട്ടം പണിയും തന്നിട്ടുണ്ട്. ഒരു ചിരിയോടെ വിഷ്ണു പറഞ്ഞു. ദത്തൻ സോഫയിൽ കിടന്ന പില്ലോ കൊടുത്ത് അവനെ ദേഹത്തേക്ക് എറിഞ്ഞു. പോടാ പുല്ലേ, അല്ലെങ്കിലും നീയൊക്കെ അവളുടെ സൈഡ് തന്നെയാണല്ലോ. ആദ്യം അവളെൻ്റെ അപ്പച്ചിയെ മയക്കെടുത്തു, ഇപ്പൊ നീയും. അത് പറയുമ്പോൾ അവന്റെ ശബ്ദമൊന്ന് ഇടറിയിരുന്നു. അവനൊന്നും മിണ്ടാതെ അവിടുന്ന് എഴുന്നേറ്റ് ജനലിന്റെ അരികിലേക്ക് പോയിന്നുകൊണ്ട്
പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണു നട്ടു. അവന് മുഖം മാറിയെന്ന് കണ്ടതും വിഷ്ണു വേഗം എഴുന്നേറ്റ് അവന്റെ അരികിലേക്ക് ചെന്നു. ദത്ത. വിഷ്ണു അവനെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചുവെങ്കിലും ദത്തൻ അവനെ നോക്കാതെ പുറത്തേക്ക് തന്നെ നോക്കി നിന്നതേയുള്ളൂ. ദത്ത, എന്താ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം? തനുവാണോ അതോ അപ്പച്ചിയുടെ അവഗണനയോ? വിഷ്ണു അവനെ നോക്കി സമാധാനത്തോടെ ചോദിച്ചു. വിഷ്ണു ചോദിച്ചു കേട്ട് ദത്തനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവന് നേരെ തിരിഞ്ഞു. അപ്പച്ചിയുടെ അവഗണന അതെനിക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതധികം നാൾ മുമ്പോട്ട് പോകില്ലെന്ന് എനിക്കറിയാം. പിന്നെ തന്നെയാണോ നിന്റെ പ്രശ്നം? അവൻ പറഞ്ഞിട്ട് വിഷ്ണു സംശയത്തോടെ ചോദിച്ചു. അതിന് മറുപടിയായിട്ട് അവനൊന്നും മൂളിയതേ ഉള്ളൂ. അവളെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാ ദത്ത? നീ അവളോട് എന്തെങ്കിലും പറഞ്ഞു ചൊറിയാൻ ചെന്നിട്ടല്ലേ അവൾ നിന്നെ മാന്തി വിടുന്ന്? നീയും ഉണ്ടായിരുന്ന അവൾ നിന്നോട് പ്രശ്നത്തിന് വരില്ലല്ലോ. വിഷ്ണു എത്രയൊക്കെ പറഞ്ഞിട്ടും അവനൊന്നും മിണ്ടാതെ വീണ്ടും പുറത്തേക്ക് നോക്കുന്നതേ ഉള്ളൂ. ദത്ത. അല്പസമയം കൂടെ അവൻ മൗനമായി നിന്നും വിഷ്ണു വീണ്ടും അവനെ വിളിച്ചു. അതിന് മറുപടിയായി ദത്തൻ തിരിഞ്ഞു നിന്ന് അവനെ നോക്കിയൊന്ന് മന്ദസിച്ചു. നീ പറഞ്ഞ ശരിയാ വിഷ്ണു. ഞാൻ അവളോട് വഴക്കിന് പോകാതിരുന്ന അവളൊരു പ്രശ്നത്തിനും ഇല്ല. പക്ഷേ അവനെന്തോ പറയാനായി ബുദ്ധിമുട്ടുന്ന പോലെ തോന്നിയതും വിഷ്ണു അവനെ സംശയത്തോടെ നോക്കി. എന്താടാ ഒരു പക്ഷേ? അത് എനിക്കറിയില്ലടാ. എനിക്കിതെന്താണ് സംഭവിക്കുന്നതെന്ന്. എൻ്റെ കുഞ്ഞിനെ അവളുടെ ഉദരത്തിലൂടെ പിറവെടുക്കാനും പിന്നെ അവളുടെ ചിറ്റിയോടുള്ള പ്രതികാരത്തിനും വേണ്ടി തന്നെയാണ് അവളെ ഞാൻ താലിയിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന്. ആദ്യം എനിക്ക് അവളോടുള്ള സമീപനം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അവളെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത പരവേശം തോന്നി. നെഞ്ചൊക്കെ പടപടാൻ പിടിക്കുന്ന പോലെ, ചുറ്റിനുള്ള എല്ലാം അപ്രത്യക്ഷമാകുന്ന പോലെ, കൺമുമ്പിൽ അവള് മാത്രം. അവളുടെ ദേഷ്യം വന്ന് ചുവന്ന് വീർപ്പിച്ച മുഖം കാണുമ്പോൾ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നും. അപ്പച്ചിയോട് അവൾ കാണിക്കുന്ന കുറുമ്പും കുസൃതിയെല്ലാം കാണുമ്പോൾ അവൾക്ക് എന്നോട് അതുപോലൊക്കെ കാണിച്ചുകൂടെന്ന് തോന്നും. പല ദിവസങ്ങളിൽ അവൾ വേദനിപ്പിക്കണമെന്ന് കരുതി കൂടി തന്നെയായിരിക്കും മുറിയിലേക്ക് ചെല്ലുന്നത്. പക്ഷെ അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കാണുമ്പോൾ ഒന്നിനും മനസ്സുവരില്ല. അവൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവളോട് അവളുടെ ചിറ്റയോടൊക്കെയുള്ള പ്രതികാരമെല്ലാം തണുത്തുറഞ്ഞു പോകുന്ന പോലെ. അവളുടെ മുന്നിൽ തോറ്റുപോകുന്നുള്ള പേടിയുണ്ടാ അവളെ കാണുമ്പോഴൊക്കെ ഓരോന്നും പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ വഴക്കുണ്ടാക്കുന്നത്. എനിക്കറിയില്ല വിഷ്ണു, എനിക്കിതെന്താണ് സംഭവിക്കുന്നതെന്ന്. മനസ്സിലുള്ള പിരിമുറുക്കം നിയന്ത്രിക്കാനെന്ന പോലെ അവൻ മുഷ്ടിയുരുട്ടി ചുമലിൽ ആഞ്ഞിരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷം വിഷ്ണുവിന്റെ പൊട്ടിച്ചിരി കേട്ടതും അവൻ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് അവനെ നോക്കി. എന്തിനാണ് ആ പുല്ലിൽ നിന്ന് കിണിക്കുന്നത്? ഞാൻ പറഞ്ഞൊക്കെ നിനക്ക് തമാശയായിട്ടാണ് തോന്നിയത്? അവന്റെ ചിരിയാണ് ദത്തൻ ദേഷ്യത്തോടെ ചോദിച്ചു. ചൂടാവതടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതും പറഞ്ഞുകൊണ്ട് വിഷ്ണുവിന്റെ തോൾ കൈയിട്ടു. നീ എന്താ പറഞ്ഞേ? അവളെ കാണുമ്പോൾ നിനക്ക് വല്ലാത്ത പരവേശമാണ്. നെഞ്ചൊക്കെ പടപടാൻ ഇടിക്കുന്ന പോലെ, ചുറ്റിനുള്ള എല്ലാം അപ്രത്യക്ഷമാകുന്ന പോലെ, കൺമുമ്പിൽ അവള് മാത്രം. അവളുടെ ചിരി, അവളുടെ കുസൃതി, അവളുടെ ഓരോ ഭാവങ്ങൾ, അങ്ങനെ 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 അല്ലേ? അവൻ ചോദിച്ചു. ദത്തൻ അതേ എന്ന രീതിയിൽ തലയാട്ടി. എടാ പൊട്ട, ഇതിനൊക്കെ അർത്ഥം എന്താണെന്ന് എനിക്കറിയോടാ? വിഷ്ണു ചോദിച്ചു. അവനറിയില്ലെന്ന് മട്ടിൽ തലയാട്ടി കാണിച്ചു. എന്നാ എനിക്കറിയാം. അവനൊരു ചിരിയോടെ പറഞ്ഞു. ദത്തൻ അവനെ സംശയത്തോടെ നോക്കി. എടാ മനക്കല കൊച്ചു തമ്പുരാനെ, നിനക്ക് അവളോട് ഇപ്പോൾ തോന്നുന്ന ഈ വികാരത്തിന് ഒരൊറ്റ നാമം മാത്രമേ ഉള്ളൂ: പ്രണയം. നിനക്ക് അവളോട് അഗാധമായ പ്രണയമാണ് ദത്ത. വിഷ്ണുവിന്റെ ശബ്ദം ഒരു ഇടിമുഴക്കം പോലെ ദത്തന്റെ ചെവിയിൽ വന്ന് പതിച്ചു. ഇതേ സമയം ലക്ഷ്മിയിൽ നിന്നും വിഷ്ണുവിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങളുടെ സത്യാവസ്ഥ കണ്ടെത്താനായി രേവതിയുടെ അരിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു തനു. ഇറങ്ങാറായ മോളെ? റെഡിയായി താഴേക്കുള്ള പടികൾ ഇറങ്ങി വന്നും അങ്ങോട്ടേക്ക് വന്ന രാജേശ്വരി തനുവിനോടായി ചോദിച്ചു. ആ അപ്പച്ചി, ഇപ്പൊ പോയാൽ പെട്ടെന്ന് തന്നെ അപ്പച്ചിയെ കണ്ട് ഈ ഫയലും കൊടുത്തിട്ട് തിരിച്ചു വരാം. കഴിഞ്ഞ ദിവസം ചിറ്റയെ കാണാനെന്ന് പറഞ്ഞ് പോയതുകൊണ്ട് തന്നെ വീണ്ടും പോകാനുള്ള അനുവാദത്തിനായി കുഞ്ഞുവിന്റെ റിപ്പോർട്ട് ഫയൽ കൊടുക്കാനെന്ന് കള്ളം പറഞ്ഞാണ് അവൾ ഇറങ്ങിയത്. എന്നാ ശരി, മോള് വേഗം പോയിട്ട് വാ, ഇരുട്ടുന്നതിന് മുന്നേ ഇങ്ങ് എത്തണം. രാജേശ്വരി അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ആ സമയത്താണ് ശ്രീദേവി അങ്ങോട്ടേക്ക് വന്ന്. ഓ, ഇന്നും തമ്പുരാട്ടിക്ക് സർക്കിയിട്ടുണ്ടായിരുന്നോ? അവളെ കണ്ട ശ്രീദേവി പുച്ഛത്തോടെ ചോദിച്ചു. ഏടത്തി. തനുവിന്റെ മുഖം വാർന്നു കണ്ടത് രാജേശ്വരി ദേഷ്യത്തോടെ ശ്രീദേവി വിളിച്ചു. അതിന് മറുപടിയായി ശ്രീദേവി പുച്ഛത്തോടെ മുഖം തിരിക്കുകയാണ് ചെയ്ത്. അല്ല, ഇന്നിനി അങ്ങോട്ടാണാവും സർക്കിയിട്ട്. എന്തായാലും പോകുന്ന പോക്കിൽ അങ്ങ് പോയാൽ അത്രയും സന്തോഷം. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിനായിട്ട് തിരിച്ചിങ്ങോട്ട് വരാതിരുന്നാൽ മതി. അവർ പറഞ്ഞൊക്കെയും കേട്ടുവെങ്കിലും തനൊന്നും മിണ്ടാ മുങ്ങിച്ച് നിന്നേ ഉള്ളൂ. ഏടത്തി ഇതെന്തൊക്കെയാ പറയുന്ന പോലെ ചിന്തയുണ്ടോ? ഇവള് നമ്മുടെ കണ്ണന്റെ ഭാര്യ. അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോവാൻ അവൾക്കോ ഇറക്കി വിടാൻ ഏടത്തിക്കോ പറ്റില്ല. അത് ഏടത്തിക്ക് ഓർമ്മ വേണം. രാജേശ്വരി അവളെ ചേർത്ത് പിടിച്ച ശ്രീദേവിയെ നോക്കി അല്പം സ്വരം കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ രാജേശ്വരി പറഞ്ഞു കേട്ട് ശ്രീദേവിയുടെ മുഖത്ത് പുച്ഛമാണ് തെളിഞ്ഞ്. ഭാര്യ മുമ്പൊരുത്തി ഭാര്യ ആവാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കയറി ഇറങ്ങി നടന്ന ഓർമ്മയുണ്ടല്ലോ രാജിക്ക്. എന്നിട്ട് അവൾ ഒറ്റൊരുത്തി കാരണ ഈ കുടുംബം തന്നെ തകർന്നു പോയത്. അത് നിനക്ക് എപ്പോഴും ഓർമ്മയുണ്ടായാൽ മതി. രാജേശ്വരിയുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ശ്രീദേവി തന്റെ മുറിയിലേക്ക് കയറിപ്പോയി. മോളിതൊന്നും കണ്ട് വിഷമിക്കണ്ട. ഏടത്തിയുടെ സ്വഭാവം ഇങ്ങനെയാ. ഏടത്തിക്ക് ആരെയും വിശ്വാസമില്ല.
വിശ്വാസമായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്നേഹം കൊണ്ട് മൂടിക്കോളും. തനുവിന്റെ വാടിയ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് രാജേശ്വരി പറഞ്ഞു. അവളൊരു വിളറിയ പുഞ്ചിരി മറുപടിയായി നൽകി. ആ എന്നാ ഇനിയും നിന്ന് സമയം കൂട്ടണ്ട, വേഗം പോയിട്ട് വരാൻ നോക്ക്. നിന്റെ കെട്ടിയുറങ്ങാനും വരുമ്പോൾ നീ ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു താണ്ഡവമായിരിക്കും. അതുകൊണ്ട് എൻ്റെ മോള് പെട്ടെന്ന് പോയി റിപ്പോർട്ട് കൊടുത്തിട്ട് വാ. അവർ പറഞ്ഞു. ആളും തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. ആൾ ഗേറ്റ് കടന്ന് പോകുന്നു നോക്കിക്കൊണ്ടിരുന്ന രാജേശ്വരി ഒരു നിമിഷം കഴിഞ്ഞ് ഒരു നെടുവീർപ്പോടെ തിരിച്ച് അകത്തേക്ക് നടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.